ന്യൂറോജനിക് ഷോക്ക്. അതായത് നമ്മൾ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയയിൽ നമ്മൾ പഠിച്ചു. കാരണം അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് എവിടെയാണ്? പാരാസിമ്പത്തറ്റിക് നെർവിനാണ്. കാരണം സിമ്പത്തറ്റിക് നെർവും പാരാസിമ്പത്തറ്റിക് നെർവും ചേർന്നാണ് ഒരു ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തെ മനോഹരമായിട്ട് ഫങ്ഷൻ ചെയ്യിക്കുന്നത്. അത് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റിൻ്റെയാണ്. അതായത് പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കൂട്ടി BP കൂട്ടി അങ്ങനെ പ്രവർത്തിക്കുന്ന കൂട്ടലുകളും എല്ലാം നടത്തുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഹാർട്ട് റേറ്റിനെയൊക്കെ കുറച്ച് വാസോ ഡയലേഷൻ ഉണ്ടാക്കി ഡൈജഷനും നടത്തുന്ന ഏരിയയാണ് പാരാസിമ്പത്തറ്റിക് നെർവ് എന്ന് പറയുന്നത്. അപ്പം ന്യൂറോജനിക് ഷോക്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സിമ്പത്തറ്റിക് നെർവിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായോ? പാരാസിമ്പത്തറ്റിക് നെർവിനല്ല. അപ്പോൾ സിമ്പത്തറ്റിക് നെർവിന് പ്രശ്നം ഉണ്ടാകുമ്പം എന്ത് പറയും? ഇത് ഇഞ്ചുറി രണ്ടിടത്തും ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയയിലും ഇവിടെയും ഇഞ്ചുറി രണ്ടും ഒന്നാണ്. അതായത് T6നും അതിൻ്റെ മേളിലേക്കുമാണ് ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ T6നും അതിൻ്റെ മേളിലേക്കും ഇഞ്ചുറി ഉണ്ടായി കഴിയുമ്പം ഇവിടെ ഡിസ്റ്റർബ്ഡ് ആവുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും? അത് ബ്ലഡ് വെസൽസ് അത് ബ്ലഡിലേക്ക് കൂട്ടുന്ന ഹാർട്ട് റേറ്റും BP എല്ലാം കൂട്ടുന്ന സംഭവമാണ്. പക്ഷേ ഇത് കൂടത്തില്ല. അപ്പം അതിൻ്റെ ഫങ്ഷൻ കുറയും. അതായത് ഹാർട്ടിന് പ്രവർത്തിക്കാനുള്ള ന്യൂറോൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ സപ്പോർട്ട് കുറയും. കാരണം ആ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നില്ല. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായിട്ടാണ് ബ്ലഡ് വെസൽസ് എല്ലാം ഡയലേറ്റഡ് ആവും. മുഴുവൻ ബ്ലഡ് വെസൽസും ഡയലേറ്റഡ് ആവും. മുഴുവൻ ബ്ലഡ് വെസൽസും ആർട്ടറിയും ഡയലേറ്റഡ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലഡ് ഇൻഫീരിയർ വീനക്കവ വഴിയും സുപ്പീരിയർ വീനക്കവയും വഴിയും റൈറ്റ് ആട്രിയത്തിൽ വരാതെയാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പമ്പ് ചെയ്യാനും ഹാർട്ടിലേക്ക് പൾമണറി സർക്കുലേഷനിലൂടെയൊക്കെ പോയി തിരിച്ചു വരാനുള്ള ബ്ലഡിൻ്റെ എമൗണ്ട് ബോഡിയിൽ കുറഞ്ഞു പോവുക. ബ്ലഡുണ്ട്, പക്ഷേ ഈ ബ്ലഡ് മുഴുവൻ ആട്രിക്കകത്ത് കെട്ടിക്കിടക്കുക. തിരിച്ച് റിട്ടേൺ ആകുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഹാർട്ട് റേറ്റ് കുറയും. ഒപ്പം ഇത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്കുള്ള ബ്ലഡിൻ്റെ അളവ് കുറയും. അങ്ങനെ വൈറ്റൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് കുറയും. അങ്ങനെ എല്ലാം സംഭവിച്ച് കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. പിന്നെ പേഷ്യൻറ്റിന് ഓർഗൻ ഫെയിലിയർ ഉണ്ടാവും, കൊളാപ്സ് ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവും. ഇതാണ് ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. അതായത് ന്യൂറോജനിക് ഷോക്കും ഹാർട്ടിനെ സംബന്ധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ഹാർട്ടിനെ സംബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് സിമ്പത്തറ്റിക് നെർവിൻ്റെ സപ്ലൈയിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ്, ഡാമേജ് ഉണ്ടായതുകൊണ്ടാണ്. സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഷോക്ക് സംഭവിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഷോക്കിനാണ് ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. ന്യൂറോ സംബന്ധമായിട്ട് ഉണ്ടാകുന്ന ഷോക്കാണ്. മനസ്സിലായി? ന്യൂറോ സംബന്ധമായി സിമ്പത്തറ്റിക് നെർവിന് പ്രശ്നം ഉണ്ടാകുന്ന ഷോക്കാണ്. പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്തെ പ്രത്യേകത. പിന്നെ ഇതിനകത്തെ കുറച്ച് പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള ഷോക്കും കാർഡിയാക് ഷോക്കും സ്പൈനൽ കോഡ് ഷോക്കും ഒക്കെ ആയിട്ട് ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് ഡിക്രീസ് ആവും. കാരണം ഹാർട്ട് റേറ്റ് പാരാസിമ്പത്തറ്റിക് നെർവിൻ്റെ ഫങ്ഷനാണ് ഹാർട്ട് റേറ്റിനെ കുറയ്ക്കുക, BP കുറയ്ക്കുക എന്നുള്ളത്. പക്ഷേ ബാക്കി എല്ലാ ഷോക്കിലും സാധാരണ സംഭവിക്കുന്ന പോലെ, കാരണം ബ്ലഡ് വോളിയം കുറയുമ്പം ഹാർട്ട് റേറ്റ് കൂടുക ചെയ്യുന്നത്. അതായത് BP കുറയുമ്പം BP കൂട്ടാൻ വേണ്ടിയിട്ട് കോമ്പൻസേറ്ററി മെക്കാനിസം വന്ന് ഹാർട്ട് റേറ്റിനെ കൂട്ടുക ചെയ്യുന്നത്, ടാക്കിക്കാർഡിയയിലേക്ക് പോകും. പക്ഷേ ഇവിടെ മാത്രം BPയും പോവും, ഹാർട്ട് റേറ്റും പോവും. മനസ്സിലായി? കാരണം ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന സംഭവമാണിത്. എല്ലാ ബ്ലഡ് വെസൽസും ഡയലേറ്റഡ് ആവും. ഡയലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്ത് പറ്റും? ഹാർട്ട് റേറ്റും കുറവായിരിക്കും. മനസ്സിലായോ? കാരണം ഹാർട്ട് റേറ്റ് ഉയർത്താൻ പ്രവർത്തിക്കേണ്ട സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ഒപ്പം BPയും കുറയും. രണ്ടും ഒരുപോലെ കുറയും. പിന്നെ സാധാരണ സംഭവിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ സ്കിന്നൊക്കെ കൂളാവുക ചെയ്യുന്നത്. കൂളായി, ഡ്രൈ ആയി,
കൂളായിട്ട് തണുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യും, സ്കിന്ന് വാം ആയിരിക്കും ആൻഡ് ഡ്രൈ ആയിരിക്കും. ഈ സ്വെറ്റിംഗ് ഒന്നും ഉണ്ടായി അങ്ങനെ നിൽക്കത്തില്ല, ഡ്രൈ ആയിരിക്കും, വാം ആയിരിക്കും. അപ്പോൾ എന്താ ഇത് ഇങ്ങനെ വാമായിട്ട് വരാനായിട്ട് കാരണം എന്താ, ആർട്ടറി എല്ലാം ബാക്കിയുള്ള ഷോക്കിലെല്ലാം ആർട്ടറി കൺസ്ട്രക്റ്റഡ് ആവുക. മനസ്സിലായോ? ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് BP കുറയുമ്പം ഹാർട്ട് റേറ്റ് കുറച്ച് ഉള്ള BP വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡ് വെസൽസിനെയൊക്കെ കൺട്രാക്ട് ചെയ്യും. അപ്പോൾ കൺട്രാക്ട് ചെയ്യിക്കുന്നത് പാരാസിമ്പത്തറ്റിക്കിൻ്റെ സിമ്പത്തറ്റിക്കിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ അത് വർക്ക് ഔട്ട് ആകാത്തതുകൊണ്ട് എല്ലാ ബ്ലഡ് വെസൽസും ഡയലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, സ്കിന്നിന് നല്ല ചൂടായിരിക്കും, ഒപ്പം ഡ്രൈ ആയിരിക്കും, വേർത്തൊലിച്ച് അങ്ങനെ നിൽക്കത്തില്ല. കാരണം ആ സിസ്റ്റത്തെയൊക്കെ വർക്ക് ചെയ്യുന്ന സാധനത്തിനാണ് ഇവിടെ കംപ്ലൈൻറ്റ്. ഹൈ BP കുറവായിരിക്കും, ഹൈപ്പോ ടെൻഷൻ ആയിരിക്കും, പാരലൈസ് ആയിരിക്കും, ബിലോ ഇഞ്ചുറിയുടെ താഴത്തേക്ക് എല്ലാത്തിനും പോലെ പാരലൈസ് ആയിരിക്കും. പിന്നെ ഹൈപ്പോതെർമിയ, ടെമ്പറേച്ചർ ലോസായി ഹൈപ്പോതെർമിയ, BP ചൂട് കുറഞ്ഞ് കിടക്കും, ബോഡിയിൽ ചൂട് കുറഞ്ഞു കിടക്കുന്നെങ്കിലും സ്കിന്നിന് വാം ആയിരിക്കും. ഇതാണ് ഇതിനകത്തെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.